ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ പരിമിതിയുടെ മറ്റൊരു പേരാണോ കാലിത്തൊഴുത്ത്? ജീവിതത്തിലെ പരിമിതികളെക്കുറിച്ച് പരിഭവിക്കുന്നവർക്ക് മുൻപിൽ പരിമിതികളെ പരാതികളില്ലാതെ നേരിടുന്ന കാലിത്തൊഴുത്തിലെ മറിയവും യോസേഫും മാതൃകയായി നിൽക്കുന്നു. പരിമിതികൾക്ക് മുൻപിൽ പകച്ച് പിന്മാറുന്നവരാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകണമെന്ന് ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത് പറഞ്ഞു പഠിപ്പിക്കുന്നു. ആ കാലിത്തൊഴുത്തിന് ലഭിച്ച ഭാഗ്യം മറ്റെന്തിനു ലഭിക്കും? സത്രത്തിന്റെ വാതിൽ കുട്ടിയടച്ചവർക്കും രക്ഷകൻ തന്റെ സ്വപ്നങ്ങൾക്ക് വിഘാതമാകുമെന്ന് കരുതിയ ഹെരോദാവിനും ഒന്നും നേടാൻ കഴിയാതെ പോയ സന്തോഷമാണ് അഭയം നൽകിയ കാലിത്തൊഴുത്തിന് ലഭിച്ചത്. രാജകുമാരികൾ രാജകൊട്ടാരങ്ങളിൽ പള്ളിയറകൾ ഒരുക്കി വെച്ച് കാത്തിരുന്നപ്പോൾ പിതാവ് സ്വന്തം പുത്രന് തലചായ്ക്കാൻ കൊടുത്തത് ഈ സന്തോഷത്തിന്റെ കാലിത്തൊഴുത്തായിരുന്നു. തന്റെ കൈവശമുണ്ടായിരുന്ന മുഴുവൻ നാണയത്തൊട്ടും ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച വിധവയായ സാധു സ്ത്രീയെ ഓർമ്മ വരുന്നു. ഞാനൊന്ന് സെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാം, എന്റെ കാര്യം ആദ്യം ഒന്ന് ശരിയാക്കട്ടെ, എന്നിട്ടാകാം മറ്റുള്ളവരുടേത്, കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ ആയിട്ട് സഹായിക്കാട്ടോ എന്നൊക്കെ പറയുന്നവർക്ക് മുൻപിൽ നിർധനയായ വിധവയുടെ സമർപ്പണം ശ്രദ്ധേയമാണ്. പരിമിതികളിൽ സൂക്ഷിച്ചു നോക്കി പരിതപിക്കാനല്ല ആ സ്ത്രീ ശ്രമിച്ചത്, മറിച്ച് ഉള്ളതെല്ലാം ദൈവത്തിൽ സമർപ്പിക്കാനായിരുന്നു. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നൽകണമെങ്കിൽ സ്വന്തം പരിമിതികളിലല്ല ദൈവത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടിയിരിക്കുന്നു. ലോകരക്ഷകൻ അഭയം നൽകിയ കാലിത്തൊഴുത്തും ക്രിസ്തുവിന്റെ ഉപമയിലെ കടുക് ചെടിയുമൊക്കെ പരിമിതികൾക്ക് നടുവിൽ മറ്റുള്ളവരെ എങ്ങനെ കരുതണമെന്ന് പഠിപ്പിക്കുന്നു. കാഴ്ചയിൽ വളരെ ചെറുതെങ്കിലും കടുകുമണി മുളച്ചു വരുമ്പോൾ ലോകത്തിലെ സകല പക്ഷികൾക്കും അഭയം നൽകുവാൻ തക്കവണ്ണം അത് വിശാലമാകുന്നു. ക്രിസ്തുമസിന്റെ നാളുകളിൽ ഈ വിശാലത കണ്ടെത്താൻ കഴിയുക എന്നതാണ് പ്രധാനം. പരിമിതികളുണ്ടാകും, കുറവുകളും കാണും. പക്ഷേ മറ്റുള്ളവർക്ക് അഭയം നൽകുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ കൂടുതൽ വിശാലമാക്കുക. അപ്പോൾ ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിയാം. കാലിത്തൊഴുത്തിൽ കാണുന്ന അതേ ക്രിസ്തുവിന്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ പൂർണ്ണമാകണമെങ്കിൽ ഇതേ വിശാലത ആവശ്യമാണ്. വാതിൽ കൊട്ടിയടയ്ക്കുന്നവരാകാതെ മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കുന്ന മനസ്സുമായി കാത്തിരിക്കുന്ന സന്മനസ്സുള്ളവരായി മാറാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.